ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ഡിസംബർ മാസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 2026 വർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കുന്നതിന് മുൻപ് ഈ വർഷത്തിൻ്റെ അവസാന മാസമായ ഈ ഡിസംബർ മാസത്തിൽ പൂർവാധികം സന്തോഷത്തോടെ എല്ലാ ജോലികളെയും തീർത്ത് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് ഈ വർഷം മുഴുവനുണ്ടായിരുന്ന എല്ലാ നഷ്ടങ്ങളെയും നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പരിഹരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി നേടി ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും ചെയ്തു തീർക്കാനും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളെ നടത്തുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ഈ മാസം, ഈ ഡിസംബർ മാസം പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനും നാം നേടിയെടുക്കേണ്ട കാര്യങ്ങളെ നേടിയെടുക്കുന്നതിനും ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു വ്യക്തി എനിക്ക് കമൻറ്റ് സെഷനിലൂടെ എഴുതിയത് ഇതാണ്: സിസ്റ്ററെ, ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു, പല തീരുമാനങ്ങൾ എടുത്തു, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ നന്മകൾ ചെയ്യാൻ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചെയ്തു തുടങ്ങുമ്പോഴേക്കും ഒത്തിരി തടസ്സങ്ങൾ വന്ന് ആ പ്രവർത്തനങ്ങളെ തീർത്തും തകിടം മറിക്കുമാറ് പ്രശ്നങ്ങളുണ്ടായി. ആ ആഗ്രഹം എനിക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊത്തിരി മനസ്സിന് വേദനയുണ്ടായി. ഇന്ന് നമ്മിൽ പലരും ഈ പ്രശ്നത്തിന് അടിമകളായിരിക്കാം. ഞാൻ ഉൾപ്പെടെ ചില പ്രശ്നങ്ങളിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇത് സാധിച്ചെടുക്കണം എന്ന് തീരുമാനിക്കുമ്പോഴായിരിക്കും അതിനെ പൂർണ്ണമായി തകർക്കത്തക്ക വിധത്തിൽ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ നാം ആലോചിക്കുക, ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ആഗ്രഹത്തിന്മേൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ പോകുന്നു. അതിനാൽ തന്നെ പിശാച് അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ കൂടുതലായി ശക്തി പ്രാപിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, പാപം വർദ്ധിക്കുമ്പോൾ കൃപയും വർദ്ധിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടാൻ പൂർണ്ണമായും ദൈവത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. നിന്റെ ആഗ്രഹങ്ങളെയും പ്രശ്നങ്ങളെയും പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ ശക്തിയാലെ നിന്നെ അവിടുന്ന് നയിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. അപ്പോൾ പിശാചിന് നിന്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. അതിനാൽ ഇന്ന് ഈ മാസം എല്ലാ മേഖലയിലും നമുക്ക് ഒരു ഉയർച്ചയുണ്ടാകാനും തീർപ്പ് കൽപ്പിക്കാത്ത പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിനും പുതിയ വർഷത്തിലേക്ക് നാം കയറുമ്പോൾ എല്ലാവിധ അസ്വസ്ഥതകളും മാനസിക പീഡകളും ശാരീരിക അസ്വസ്ഥതകളും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും ബിസിനസ് തകരാറുകളിൽ നിന്നും ജോലിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്ത പരിഹാരം ലഭിച്ച് ഒരു നല്ല സമൃദ്ധിയുടെ ജീവിതം നയിക്കാൻ വരാൻ പോകുന്ന 2026 പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ ഈ മാസം നാം അല്പം കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണ പരിശ്രമത്തിൽ കൂടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ വർഷം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെ ചെയ്ത് തീർക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വർഷത്തിൻ്റെ തുടക്കം നിങ്ങൾ എഴുതിയിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എടുത്ത പുതിയ തീരുമാനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആ എഴുതിയിട്ട പേപ്പർ വീണ്ടും വായിക്കുക. അതിലെന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അത് ആ ചെയ്ത് തീർക്കാനുള്ളത് എടുക്കുക. ചെയ്ത് തീർത്തതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ചെയ്ത് തീർക്കാനുള്ള ജോലികളെ വീണ്ടും എടുക്കുക. ഇന്ന് ഡിസംബർ 1 തീയതിയാണ്. ഇനി 30 ദിവസമുണ്ട്. നമുക്ക് കർത്താവിനെല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപയാലും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് സാധിച്ചെടുക്കണം. അതിനായി വിശ്വാസത്തോടെ ഈ മാസത്തെ നമ്മുടെ നിയോഗങ്ങളെ, ഈ കഴിഞ്ഞ 11 മാസമായി തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക്
ആ ഒരു ലിസ്റ്റ് എഴുതി ഈ മാസം അത് തീർത്തെടുക്കാൻ കഠിന പരിശ്രമം ചെയ്യാൻ നമ്മുടെ പരിശുദ്ധാത്മാവോട് കൂടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തി പ്രാപിക്കാം. വിശ്വാസത്തോടെ ഈ പുതിയ മാസത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, അതെനിക്ക് സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് നടത്തിച്ചു തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തനം 32 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകാശങ്ങളെ ചെവിക്കൊള്ളുക, ഞാൻ സംസാരിക്കുന്നു. ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ. അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ. കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. കർത്താവ് പാറയാകുന്നു. അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അവിടുത്തെ മുൻപിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു. അവർ അവിടുത്തെ മക്കളല്ലാതായി. ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത്. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്? നിങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ? കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ. തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്ന് താൽപര്യപൂർവം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ മാസം നൽകി, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഈ മാസം ഞങ്ങൾക്ക് നീ ദാനമായി നൽകി. ഈ മാസം കാണാൻ, ജീവിക്കാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ശൂന്യതയിൽ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നീ ഞങ്ങളെ കാണുന്നു എന്ന് ഞങ്ങൾ ഈ വചനത്തിൽ കൂടി വിശ്വസിക്കുന്നു. കർത്താവേ, ഹാഗാറിന് അവൾ മരുഭൂമിയിൽ കരഞ്ഞു നിലവിളിച്ചപ്പോൾ, തൻ്റെ പുത്രനായ ഇസ്മയേലിന് ആ മരുഭൂമിയിൽ ഒരു കിണർ നീ കാണിച്ചു കൊടുത്ത് ആ മകൻ്റെ ജീവൻ സംരക്ഷിക്കാൻ മരുഭൂമിയിൽ ഒരു കിണറൊരുക്കി, ശുദ്ധജലമൊരുക്കി ആ മകൻ്റെ ജീവൻ നീ രക്ഷിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അബ്രഹാത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സന്തതി അല്ലാഞ്ഞിട്ടും ഇസ്മയേലിന് നീ അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ നീ സകലതും മരുഭൂമിയിൽ ഒരുക്കി എങ്കിൽ, അബ്രഹാത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നീ എത്രയോ അധികം ചിന്തിക്കുന്നു, കരുതുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഒന്നുമല്ലാത്ത ഈ അവസ്ഥയെ നീ കാണണമേ. ഈ 2025 വർഷം, ഈ 11 മാസത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, ഞങ്ങൾ തീരുമാനിച്ച ചില കാര്യങ്ങൾ, ഞങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ, ഞങ്ങൾ നേടാൻ പരാജയപ്പെട്ട കാര്യങ്ങൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ 11 മാസം കൊണ്ട് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പലതും ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല.
ചില കാര്യങ്ങൾ നിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിച്ചു. അതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ 11 മാസത്തിൽ ഞങ്ങൾ നീട്ടിവെച്ച കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യാതെ പോയ കാര്യങ്ങൾ, ഞങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, ഞങ്ങൾക്ക് തടസ്സമുണ്ടായ കാര്യങ്ങൾ, ഞങ്ങളെ അലട്ടിയ പ്രശ്നങ്ങൾ, ഞങ്ങളെ അലട്ടിയ രോഗപീഠകൾ, ഞങ്ങളെ അലട്ടിയ പരാജയങ്ങൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഇവയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനുഭവിച്ച ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദനകൾ, പരിഹാസങ്ങൾ, നിസ്സഹായതകൾ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, ഇവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ക്രിയാത്മകമായ ജീവിതത്തെ, ഫലപ്രദമായ ജീവിതത്തെ അത് ബാധിച്ചു. അതിനാൽ തന്നെ നീ ആഗ്രഹിച്ച ഫലം ലഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ ഓരോ നീക്കവും, ഞങ്ങളുടെ ചെറുതും വലുതുമായ മാനസിക അവസ്ഥ പോലും നീ അറിയുന്ന കർത്താവാണ്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവനും ചെയ്യാതെ പോയ കാര്യങ്ങൾ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കാൻ ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഞങ്ങളെ വലയം ചെയ്യണമേ. യാതൊരു തടസ്സങ്ങളും ഞങ്ങളുടെ ഉദ്യമങ്ങൾക്ക് നേരിടാതിരിക്കാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുള്ള ആഗ്രഹം നീ കാണണമേ. അതിനാൽ സകല തടസ്സങ്ങൾ, മാനുഷികമായ, പൈശാചികമായ, ആത്മീയവും ഭൗതികവുമായ തടസ്സങ്ങളെ മാറ്റി, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ, ഇതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുവാൻ, കഠിനാധ്വാനം ചെയ്തും ഈ വർഷം ചെയ്തു തീർക്കേണ്ടതെല്ലാം കർത്താവെ, നീക്കിവെച്ച കാര്യങ്ങൾ ഈ ഒരു മാസം ചെയ്തു തീർക്കുന്നതിന് നിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യന് അസാധ്യമായത് നിനക്ക് സാധ്യമാണ്. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെട്ട് 2026 വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ സ്വസ്ഥതയോടും സമാധാനത്തോടും ആത്മസംതൃപ്തിയോടും പുതിയ വർഷത്തെ വരവേൽക്കാൻ ഞങ്ങളെ ഈ മാസം കഠിനാധ്വാനം ചെയ്ത് എല്ലാ ജോലികളും ചെയ്തു തീർത്ത്, കുടുംബവും ഭവനവും ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, നേടേണ്ടത് നേടാൻ, ഉപേക്ഷിക്കേണ്ട ചില ബന്ധങ്ങൾ പാടെ ഉപേക്ഷിക്കുവാൻ, ഉപേക്ഷിക്കേണ്ട ചില സ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ, എടുക്കേണ്ട ദൈവിക സ്വഭാവം എടുക്കുവാൻ, ഇവയ്ക്കെല്ലാം ഞങ്ങൾ ഈ മാസം കഠിന പരിശ്രമത്തിൻ്റെ മാസമാക്കി മാറ്റണമേ. ഈ പരിശ്രമത്തിൽ വിജയിക്കാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മാസം ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനെയും, ഞങ്ങളുടെ ഓരോ ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ നീ പ്രത്യേകം കരുതണമേ, കാത്തുകൊള്ളണമേ. ഒന്നുമില്ലായ്മയിൽ ഞങ്ങളുടെ കണ്ണുനീർ നീ കാണുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണുനീർ നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ, ഒരു പുതിയ വർഷത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു നന്മയുടെ വർഷം കാണാൻ, ഒരു സംതൃപ്തിയുടെ വർഷം അനുഭവിക്കാൻ, ഈ വർഷം ഞങ്ങൾ നേടേണ്ടതെല്ലാം നേടാനും ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർക്കാനും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് തുടങ്ങിയ MBA പരീക്ഷയ്ക്ക് എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ച് അപർണ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി നല്ലൊരു ഭാവി ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. കർത്താവേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട റോയ് മാത്യു, ഷൈല റോയ്, അരുൺ റോയ്, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിനിൽ തോമസ്, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുടുംബത്തിൽ നിന്ന് തടസ്സങ്ങൾ മാറാൻ, മക്കളുടെ പഠനത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളാൽ വിഷമിക്കുന്ന എല്ലാ കുടുംബത്തിലും കർത്താവെ, സാമ്പത്തിക അനുഗ്രഹം വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, മിച്ചം ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടാകുന്നതിന്, ഈ മാസത്തെ എല്ലാ ചെലവുകളും
നീ തന്നെ ക്രമീകരിച്ച് വരവിനേക്കാൾ കുറഞ്ഞു തന്നെ ചെലവ് നിൽക്കാൻ നിന്റെ ശക്തമായ ഇടപെടലുണ്ടായി ഞങ്ങളുടെ വരവ് ചെലവ് കണക്കുകളിൽ നീ ആധിപത്യമെടുത്ത് ഞങ്ങളെ നീ സഹായിക്കണമേ. സാമ്പത്തിക ഉയർച്ച നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള സാമ്പത്തികം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന അനേക മക്കളുണ്ട്. ഈ മാസം ഈ മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ജോർജ് എന്ന മകന് അവൻ്റെ പഠിത്തത്തെ നീ അനുഗ്രഹിക്കണമേ, പഠനത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഗാനമേള ട്രൂപ്പിൽ പാട്ടുപാടുന്ന മഞ്ജു എന്ന ഒരു മകൾക്ക് പാടാനുള്ള കൂടുതൽ ശക്തിയും കഴിവും നൽകി ആ മകളുടെ പാട്ടിനെ നീ അഭിഷേകം ചെയ്ത് ആ ഫീൽഡിൽ ആ മകളെ ഒരു വലിയ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ ജീവിത പങ്കാളിയുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുശ്ശീലങ്ങൾ മാറ്റി ദൈവിക സ്വഭാവം നേടാൻ ആവശ്യമായ പരിശ്രമത്തിലൂടെ ദൈവിക സ്വഭാവം സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വാഹനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, കോടതി കേസുകൾ, അത് തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറി പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ICUയിൽ കിടക്കുന്ന, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്ക് സാന്ത്വനമായി നീ അവരുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ജു ജേക്കബും കുടുംബവും ഒത്തിരി പൈശാചിക പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവർക്കുണ്ടാകാൻ, ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഈ മാസം ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിന്മേൽ നീ ഇടപെട്ട് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകി ഐശ്വര്യമുള്ള ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീ എല്ലാ കുടുംബങ്ങളിലും ക്രമീകരിച്ച് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബ ഭദ്രതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവിനെ എന്നേക്കുമായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് കളയുന്നു. കർത്താവേ, കുടുംബത്തിൻ്റെ ഭദ്രത ഞാൻ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവത്തിൻ്റെ ആധിപത്യം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് സകല അശുദ്ധിയും വിട്ടുപോകട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ കലഹങ്ങൾക്ക് കാരണമായ വ്യക്തികൾ, പ്രശ്നങ്ങൾ, ഇവയ്ക്കെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സ്ഥലം വിൽപ്പനയുമായി വേദനിക്കുന്ന അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്ഥലത്തിൻ്റെ വഴി പ്രശ്നങ്ങൾ മാറി ഉചിതമായ വ്യക്തിക്ക് ന്യായമായ വിലയ്ക്ക് സ്ഥലം വിൽക്കാൻ നീ ആഗ്രഹിച്ചതുപോലെ ആ സ്ഥലത്തിന്മേൽ നിന്റെ അനുഗ്രഹം നൽകി നിന്റെ ഇടപെടൽ അവരുടെ ക്രയവിക്രയങ്ങളിലുണ്ടായി. ഞങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയും വിൽക്കേണ്ടയുമായ സ്ഥലങ്ങളെ നീ ആശീർവദിച്ച് അതിനുള്ള തടസ്സങ്ങൾ ഈ മാസം തന്നെ മാറി സ്ഥലം വിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ, ഒരു തടസ്സങ്ങളും കൂടാതെ നീ അത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീട് വയ്ക്കാനും വീട് പണി തീർക്കാനും പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഈ മാസം അത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തീർപ്പ് കൽപ്പിക്കാത്ത കോടതി കേസുകൾ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ ഈ ഒരു മാസം കൊണ്ട് അതൊരു പൂർണ്ണമായ മോചനം, കോടതി കേസുകളിൽ നിന്നൊരു പരിപൂർണ മോചനം ലഭിക്കാൻ നീ അത്ഭുതകരമായി ഞങ്ങളുടെ കേസുകളിന്മേൽ നീ ഇടപെടണമേ. പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ കോടതി കേസിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ട സ്വസ്ഥമായ ഒരു വർഷം, നല്ല മനോഹരമായ ഒരു വർഷമായി ഞങ്ങളെ ഈ 2026 പൂർണ്ണമായി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഈ മാസം കൊണ്ട് സകല കോടതി പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് കൽപ്പിച്ച് കോടതി കേസുകളുമായി വേദനിക്കുന്ന മക്കൾക്ക് ഈ മാസം തന്നെ നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വർഷം പെൻഡിങ്ങാക്കി മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഈ ഡിസംബർ 30 മുൻപ് 31 മുൻപ് ചെയ്തു തീർക്കാനുള്ള ശക്തിയും കൃപയും ജ്ഞാനവും വിവേകവും വിജ്ഞാനവും നൽകി
തീരുമാനങ്ങൾ എടുത്തത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള കൃപ നൽകി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചും ഞാൻ തീരുമാനിച്ചത് നടത്തും എന്ന വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കർത്താവെ ഈ മാസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് തടസ്സങ്ങൾ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വിജയമായി വരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ, ഞങ്ങളിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നീ ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളെ കാണുന്നതിന് കർത്താവേ, നീ ഇന്ന് ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറന്ന് ഞങ്ങളിലുള്ള കുറവുകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി ആ കുറവിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നേടാൻ നിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്ന ഈ മാസം ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ എല്ലാം വിശുദ്ധി നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് വിശുദ്ധി നൽകണമേ. സകല അശുദ്ധ അധമ വികാരങ്ങളിൽ നിന്ന്, തിന്മയുടെ ചേഷ്ടകളിൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമാണ് ഞങ്ങളുടെ ശരീരം എന്ന് ബോധ്യപ്പെട്ട് സകല അശ്ലീലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും മനസ്സിനെയും വേർപെട്ട് മാറ്റി നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ അവസ്ഥയിൽ സകലതും നൽകുന്ന ദൈവമേ, എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി മാറ്റി തീർക്കുന്ന കർത്താവേ, ഈ മാസം സമൃദ്ധിയുടെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസം, ഈ ഡിസംബർ മാസം നിന്റെ വാക്കുകൾ പൂർണ്ണമായി അനുസരിക്കുവാനും നിന്റെ ഉപദേശം സ്വീകരിച്ച് ജീവിതത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ ഞങ്ങൾ ജാനുവരി 1 മുതൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് ഈ ഡിസംബർ 1 മുതൽ ചെയ്യാൻ പരിശ്രമിച്ചാൽ ഞങ്ങൾക്ക് ജാനുവരിയിലും ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ അന്നത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ മാസം ഇന്ന് മുതൽ ചെയ്തു തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഒത്തിരി നാളായി പുതിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഈ മാസം ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരാജയവും തടസ്സങ്ങളും ക്ലേശവും ദുഃഖവും ദുരിതവും മാറ്റി ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ദൈവം സകലതും ഞങ്ങൾക്കായി നൽകും, ക്രമീകരിക്കും എന്ന വിശ്വാസത്തോടെ ദൈവം എൻ്റെ മുൻപിൽ പോയി എനിക്ക് മക്കളായ ഞങ്ങൾക്കാവശ്യമായ സമൃദ്ധിയും സംരക്ഷണവും നൽകും എന്ന ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ ഒരു മാസം മുഴുവനും ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ മാസം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങളുടെ സമയവും കഴിവും പാഴാക്കാതെ ഈ മാസം നീ ദാനമായി നൽകിയ ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ പൂർണ്ണമായും സമയവും കഴിവും അവസരങ്ങളും നഷ്ടപ്പെടാതെ ഉപയോഗപ്രദമാക്കും എന്ന ബോധ്യം നൽകി അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ദൈവകൃപ സമൃദ്ധമായി നൽകണമേ. കർത്താവേ, നിന്റെ വചനം പറയുന്നു, പാപം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൽ കൂടുതൽ കൃപയും വർദ്ധിക്കുന്നു. അതിനാൽ കർത്താവേ, ഈ ലോകത്തിൻ്റെ സകല അടിമത്തത്തിൽ നിന്നും ഞങ്ങൾ മോചിതരാകാൻ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ മാസം ഞങ്ങളുടെ ബന്ധങ്ങളിൽ നീ ഇടപെട്ട് നല്ല വിശുദ്ധിയുടെ ബന്ധങ്ങൾ സ്ഥാപിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നീ സ്ഥാപിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ അനിഷ്ട സംഭവങ്ങളും നീക്കം ചെയ്ത് പൈശാചികതയുടെ
ദുഷ്ടശക്തികളെ എന്നേക്കുമായി തകർത്തെറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കുടുംബമായി മാറാൻ, നസ്രത്തിലെ തിരുക്കുടുംബമായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ. കർത്താവേ, ഉണ്ണീശോ പിറന്ന ആ നസ്രത്തിലെ കുടുംബത്തിലെ പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഉണ്ണീശോ പിറക്കുന്നതിനും ആ ഈശോ വളരുന്നതിനും ഞങ്ങൾ സാഹചര്യമൊരുക്കാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹരാഹിത്യങ്ങളിൽ നീ ഇടപെട്ട് എല്ലാവരും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളുടെ കുടുംബം ഒന്നിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബം നയിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ അനന്തമായ സ്നേഹം നിറച്ച് അവരെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കെല്ലാം ആവശ്യമായ ആത്മീയ ചൈതന്യം നൽകി, കൃപാവരങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ ദൈവീക കുടുംബമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല കുടുംബ പ്രശ്നങ്ങളിലും കർത്താവേ, ഇന്ന് ഈ മാസം ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെട്ട് കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ ഓരോരുത്തരെയും നീ മോചിപ്പിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഞാൻ നിനക്ക് തരുന്നു. കർത്താവെ, വിദേശത്തേക്ക് പോകാൻ വിസയ്ക്കും പിആറിനും വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർക്ക് നീ അത് നൽകണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേക സംരക്ഷണം കൊടുത്ത്, ജോലിയിൽ സുരക്ഷിതത്വം കൊടുത്ത്, പഠനത്തിൽ സുരക്ഷിതത്വം കൊടുത്ത്, ആയുസ്സും ആരോഗ്യവും നൽകി സന്തോഷകരമായ ഒരു ജീവിതം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് മേഖലയിൽ തകരാൻ പോകുന്ന ബിസിനസ്സുകളെ നീ പിടിച്ചു നിർത്തണമേ. കർത്താവെ, ആവശ്യമായ ക്ലയൻസിനെ നൽകി, കസ്റ്റമേഴ്സിനെ നൽകി ദൈവമേ ബിസിനസ് പിടിച്ചു നിർത്തണമേ. ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ മാറ്റി കർത്താവെ, നീ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അധിപനായി ആവശ്യമായ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യണമേ. ജോലി മേഖലയിൽ ദുരിതപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിയിൽ നീ ഇടപെട്ട് കർത്താവെ, അനേകം മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ശമ്പളം പെൻഡിങ്ങായി കിടക്കുന്നു. കർത്താവെ, ഈ പ്രവർത്തനങ്ങൾക്ക് നീ ഇടപെടണമേ, ഈ പ്രശ്നങ്ങൾക്ക് നീ ഇടപെടണമേ. ശമ്പളം കൊടുത്തു തീർക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കാൻ ഈ വർഷം, ഈ മാസം കൊണ്ട് എല്ലാ പെൻഡിങ് സാലറിയും കിട്ടാൻ ഇന്ന് നീ ശക്തമായി ഇടപെടണമേ. പുതിയ വർഷത്തിലേക്ക് ഒരു കടബാധ്യതകളും കയറ്റാതെ, ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഈ വർഷം കിട്ടേണ്ടത് കിട്ടാൻ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കാനും ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കാനും കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാലേ സാധിക്കുകയുള്ളൂ. അതിനാൽ വേദനയിൽ കഴിയുന്ന, ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം അവരുടെ കണ്ണുനീരൊപ്പി അവിടുന്ന് ദാനമായി നൽകാൻ പോകുന്ന പുതിയ വർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കുന്നതിന് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഞങ്ങളെ പൂർണ്ണമായും വിമുക്തരാക്കണമേ. ഞങ്ങൾക്ക് കിട്ടാനുള്ള സകല നന്മകളും അവകാശങ്ങളും ഈ വർഷം തന്നെ കിട്ടാൻ, ഈ മാസം തന്നെ കിട്ടാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. കർത്താവെ, ഈ 11 മാസം കഴിഞ്ഞുപോയ 11 മാസം ജീവിച്ചതുപോലെ അല്ല, ഈ മാസം ഒരു ഉത്തരവാദിത്വമുള്ള ജീവിതം ജീവിച്ച് ഒരു നന്മയുടെ വ്യക്തിത്വം നേടി കർത്താവെ, എല്ലാ പെൻഡിങ് ജോലികളും തീർത്ത് സന്തോഷത്തിൻ്റെ ഒരു വ്യക്തിയായി ഞങ്ങളെ മാറ്റണമേ. ദുഃഖത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ ജീവിതം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. നന്മയുടെ, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഉയർച്ചയുടെ, വിജയത്തിൻ്റെ, അഭിവൃദ്ധിയുടെ ഒരു ജീവിതം, ആരോഗ്യപരമായ ജീവിതം നൽകി ഞങ്ങളെ ഈ മാസം തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഈ മാസത്തെ ഞങ്ങളുടെ യാത്രകളെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ മാസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് നേടേണ്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മാസം ഒരു പുതിയ അനുഗ്രഹം നൽകി, പുതിയ സമൃദ്ധി നൽകി,
പുതിയ നന്മകൾ നൽകി ഈ മാസം മുഴുവനും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി ഓരോ ദിവസവും, ഈ മാസത്തിൻ്റെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ ഞങ്ങൾക്ക് സമയമുണ്ടാകാവൂ. അത്രമാത്രം കർത്താവെ, ഈ ഡിസംബർ മാസത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങൾ നീ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും മാറ്റി ആരോഗ്യമുള്ള ഒരു നല്ല ജീവിതത്തിന് ഉടമകളാക്കി മാറ്റണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ പ്രാർത്ഥനയിലൂടെ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഒരു പുതിയ ജീവിതത്തിന് ഉടമകളാക്കി, നല്ലൊരു മനസ്സിനുടമയാക്കി, നല്ലൊരു ആരോഗ്യമുള്ള ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നീ ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും നീ അവരുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ ഡിസംബർ മാസത്തെ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമാക്കി മാറ്റുന്ന കർത്താവെ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ കാര്യവും അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയാൽ, അങ്ങയുടെ പ്രാർത്ഥനയാൽ, അപേക്ഷകളാൽ നിന്റെ തിരുക്കുമാരനിൽ നിന്നും ഞങ്ങൾക്ക് നേടിത്തരണമേ. ഈ മാസം മുഴുവനും നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഈ മാസം മുഴുവനും നിന്റെ പരിശുദ്ധ മാധ്യസ്ഥം ഞങ്ങൾക്കായി ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ബിസിനസ്സിനെ, ജോലിയെ, പഠനത്തെ, ഞങ്ങളുടെ ബന്ധങ്ങളെ എല്ലാം അമ്മേ മാതാവേ, അവിടെയുള്ള കുറവുകളെ നീക്കി ഈ മാസം, ഈ വർഷം ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കാൻ മാതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. 2026 കടക്കുന്നതിന് മുൻപ് ഈ മാസം കൊണ്ട് സകല കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് മാതാവേ നിന്റെ ശക്തമായ പ്രാർത്ഥന സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. ആമേൻ. ഈ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഈ മാസത്തെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ വർഷിച്ച് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ, കൊടുത്തു തീർക്കാനുള്ള എല്ലാ കടബാധ്യതകളും കൊടുത്തു തീർക്കാൻ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നതിന്, നിങ്ങൾക്ക് ലഭിക്കേണ്ട സകല നന്മകളും ലഭിക്കുന്നതിന് ഈ മാസം പൂർണ്ണമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ കൃപാവരങ്ങളാൽ നിങ്ങൾക്കൊന്നിനും കുറവില്ലാത്തവരായി ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് പരിപൂർണ സൗഖ്യം നൽകി എല്ലാ രോഗികളെയും അവിടുന്ന് സാന്ത്വനിപ്പിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങളിൽ എല്ലാം കർത്താവ് സംരക്ഷണം നൽകി നിങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള കൃപ നൽകി, ബുദ്ധിയും വിവേകവും നൽകി, പൂർണ്ണ വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ ആവശ്യമായ ഐക്യതയും സ്നേഹവും സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹങ്ങളും ഐശ്വര്യവും കർത്താവ് പുനഃസ്ഥാപിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന, ഞങ്ങളുടെ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് ഇരട്ടി പ്രതിഫലം നൽകി, ഇരട്ടി അഭിഷേകം നൽകി, ഇരട്ടി സന്തോഷം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങൾക്കെല്ലാവർക്കും ഈ മാസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന സാധിക്കുന്നവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും ഈ മാസം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.